ഇന്നൊരു തൊടുപുഴ യാത്രയാണേ. ഇന്നും ഒറ്റയ്ക്കല്ല യാത്ര. എങ്കിൽ പിന്നെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു യാത്രയാകാമെന്ന് കരുതി. അങ്ങനെ ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. വെറുതെ പോയതല്ല. ദേ, അന്നമോളുടെയും ടെസ്സക്കുട്ടിയുടെയും ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഇവർ ആരെന്നല്ലേ? ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ മക്കളാണേ. ഉച്ച സമയമായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു കട നോക്കി യാത്ര തുടങ്ങി. ഞങ്ങൾ പുതുപ്പള്ളി എത്തിയപ്പോൾ നമ്മുടെ BBQ റെസ്റ്റോറൻറ്റ് കണ്ടു. എങ്കിൽ പിന്നെ ഇവിടെ കയറി ഒരു ബിരിയാണി കഴിക്കാമെന്ന് കരുതി. എങ്കിൽ മെനു ലിസ്റ്റ് കണ്ടപ്പോൾ പിന്നെ കൺഫ്യൂഷനായി എന്ത് കഴിക്കണമെന്ന്. അങ്ങനെ ലാസ്റ്റ് ബിരിയാണിയിൽ തന്നെ എത്തി. അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ. എന്നെ ഇവിടെ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആയിരുന്നു. അടിപൊളി. ദേ, വീഡിയോ എടുക്കുന്നത് കണ്ട് നാത്തൂന് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ടേ. അന്നമോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന ബേക്കറിയിൽ നിന്ന് തന്നെ ഒരു കേക്ക് വാങ്ങാൻ തീരുമാനിച്ചു. അടിപൊളി കേക്കായിരുന്നു. അധികം ക്രീമൊന്നും ഇല്ലാതെ വളരെ രുചികരമായ കേക്ക്. കേക്ക് ഉണ്ടാക്കിയ ഞങ്ങളുടെ ബ്രദറും കൂടെ ആയതുകൊണ്ട് അതിലേറെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തൊടുപുഴയ്ക്ക് യാത്ര തുടർന്നു. മഴ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന പെരും മഴയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ദേ, ചേച്ചി ബ്രെഡും ചിക്കനും കൊണ്ടു തന്നു. മഴയും വിശപ്പും കൂടി ആയപ്പോൾ എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് വിശപ്പടക്കി. വിശപ്പടക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അളിയൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ച് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.